ഹായ് ഹലോ. ആവശ്യത്തിനായിട്ട് പുറത്തിറങ്ങി കൂടെ നാത്തോന്റെ വീട്ടിലും തിരിച്ചു വന്നപ്പോൾ അച്ഛൻ കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. വൈകിട്ട് എന്ത് സ്നാക്സ് ഉണ്ടാക്കുന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ ചർച്ച. എന്താ തിന്നണേ? മാങ്ങ. മാങ്ങ ഒക്കെ കൊടുത്ത് വീട്ടിൽ സെറ്റാക്കി ഇരുത്തിയേക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ ബജിയില്ലേ, അതുണ്ടാക്കാനായിട്ടുള്ള മൈദക്ക് വേണ്ടി കുഞ്ഞും അച്ഛൻ കൂടി കടയിലേക്ക് ഇറങ്ങിയതാ. അതിൻ്റെ പുറകെ ഇത് എപ്പോൾ ഓടിയോ എന്തോ. നേരത്തെ 2 ബജി ഓപ്ഷനിലിട്ടെങ്കിലും ഞങ്ങൾ സവാള ബജിയിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. കാരണം കിഴങ്ങ് 2 ഉള്ളൂ. സവാളയുടെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, ഗില്ലാപ്പികൾ കാർന്ന് കഴിക്കണം കേട്ടോ. അവർക്ക് ബോറടിക്കുമ്പോൾ കിച്ചണിൽ വരും, ഇതുപോലെ സവാള, ഉള്ളി അങ്ങനത്തെ എല്ലാം കാർന്ന് തിന്നും. അച്ഛൻ കുഞ്ഞും മൈദയായിട്ട് കടയിൽ നിന്ന് എത്തിയപ്പോഴേക്കും ഞാൻ സവാളയൊക്കെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബൈ ദ വേ, അച്ഛൻ നേരത്തെ ചോദിച്ചത് കേട്ടില്ലേ, സ്നാക്സിന് സ്പൈസി വേണോ സ്വീറ്റ് വേണോ എന്നൊക്കെ. അത് കേട്ടിട്ട് അവൾക്ക് ഉണ്ടാക്കാനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ അത് തികച്ചും യാദൃശ്ചിക. ആ ചോദ്യമൊക്കെ കേട്ട് ആരായാലും ഒന്ന് തെറ്റിദ്ധരിച്ച് പോകും അല്ലേ. അവൾ വന്നപ്പോൾ എനിക്ക് ഉപ്പും മുളകെന്ന് പറഞ്ഞാൽ ഈ ഒരു മിഠായി കൊടുത്തിട്ടുണ്ടായി. ഭയങ്കര നോസ്റ്റ് അടിച്ചു വിട്ടോ. സ്കൂൾ ടൈമിലൊക്കെ എന്തോരം കഴിച്ചേക്കണേ. ഇപ്പോഴും അതേ ടേസ്റ്റ് ആണ്. കുക്കിങ്ങിൽ വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഗിലാപ്പികളെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിച്ചോളും. ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് കുക്കിങ്ങിന് വേണ്ട എല്ലാ ഹെൽപ്പും അവൾ ചെയ്തോളും. ഞാൻ കുക്കിംഗ് പഠിച്ചു വന്നപ്പോഴേ എൻ്റെ ഹെൽപ്പറും അസിസ്റ്റൻസും ഒക്കെ അവരാണ്. എന്താണ് കയ്യില്? ഓ തന്നെ കണ്ട. ഇതാണ് വീട്ടിലെ അവസ്ഥ. വായിലെന്താ തുപ്പ് കണ്ടില്ലേ? ഞാൻ അവരെ തൊണ്ടി മുതലോടെ പിടിച്ചത് കണ്ടില്ലേ? അങ്ങനെ കുറേ അഡ്വഞ്ചർ ടാസ്കിന് ശേഷം ഞാൻ ഉള്ളിവട ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിവടയ്ക്ക് എപ്പോഴും കോമ്പിനേഷൻ കട്ട ചായയാണല്ലോ. പിന്നെ കുറച്ച് സോസ് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായി. അന്നേരം ഇവിടെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമാണ്. സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ പറ്റില്ല, അവിടെ കുറച്ച് നനവൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ട 2 ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് ബാക്കി ഗില്ലാപ്പീസിൽ നിന്നും അകലം പാലിച്ചു വെക്കണം. അല്ലെങ്കിൽ പിന്നെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന് നാത്തൂനും ഞങ്ങളൊക്കെ ആയിട്ട് 3 വർഷത്തോളം ഒരുമിച്ചായിരുന്നല്ലോ. അതായത് എൻ്റെ കുക്കിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്യണ ആ നാൾ തൊട്ടേ എൻ്റെ എക്സ്പെരിമെന്റേഴ്സ് വരായിരുന്നു. വീഡിയോസ് റെഫർ ചെയ്തിട്ടായാലും അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഐറ്റംസ് ആയാലും എന്തും ഞാൻ ഉണ്ടാക്കി കൊടുത്താലും ഇവിടെ എൻ്റെ ഉള്ളിവടക്ക് അധികം അഭിപ്രായമൊന്നും പറയാനില്ല. എന്താണെങ്കിലും ഒരു കഴിച്ചോളും. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കണം. ആ ഗ്യാപ്പിൽ കാക്ക വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതേ ബസ് സ്റ്റോപ്പിൽ എത്താറായി, വിളിക്കാൻ വായോന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ സ്കൂട്ടർ എടുത്ത് ഇറങ്ങി. കാക്ക ഇന്ന് ബസ്സിനാണ് കേട്ടോ പോയത്. ഞാനിവിടെ എത്തി കുറേ വെയിറ്റ് ചെയ്തിട്ട് കാക്ക ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെയാണ് ഈ കടല എൻ്റെ കണ്ണിപ്പെട്ടത്. എങ്കിൽ പിന്നെ ആ ചൂട് കടല ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. LPG ഗ്യാസിന്റെ ക്ഷാമം ഈ ഒരു കടലേനെ വരെ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കാക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് എൻ്റെ കട്ടൻ ബാക്കി കുടിക്കാൻ. ഇത് ബാബ വന്നതിന്റെ ആഹ്ലാദ പ്രകടനമൊന്നുമല്ല, ഞാൻ അവളെ കൊണ്ടുപോകാതെ പോയതിനുള്ള രോദനാണ്. KSRTCയിലാണ് ഇക്കാക്ക പോണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടിക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞായിരുന്നു. ഇന്ന് മുതൽ ഫീമെയിൽ മെയിൽ എന്നുള്ള മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുണ്ടോ നോക്കാൻ വേണ്ടി. ഉണ്ട് കേട്ടോ, മെയിൽ ഉണ്ട്. ഇത് പിന്നെ ഇവിടെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. ഗിലാപ്പികളുടെ കൈ കിട്ടിയ റിമോട്ടിന്റെ പരിപാടി ഇങ്ങനെയാണ്. പിന്നെ കാക്ക വന്നത് ശരിയാക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞ് അച്ഛനെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ടായി. അപ്പോഴേക്കും നല്ലൊരു മഴയൊക്കെ പെയ്ത് തോർന്നായിരുന്നു. ഈ ഒരു ക്ലൈമറ്റ് നല്ല രസമല്ലേ? മഴയൊക്കെ തോർന്നിട്ട് പുറത്തിറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് താത്താടെ ഒരു നെയ്റ്റ് തയ്ച്ചത് കൊടുക്കാനുണ്ടായി. അങ്ങനെ അതും എടുത്ത് നെയ്റ്റ് ഒക്കെ കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അവിടെ മത്തി മുളകിട്ടതുണ്ടായി. വീട്ടിലാണെങ്കിൽ മോര് കറിയാ. അത് രണ്ടും നല്ല കോമ്പിനേഷൻ ആണല്ലോ, അതുകൊണ്ട് കുറച്ചെടുത്തു. ഈ ആഹ്ലാദ പ്രകടനം പിന്നെ എന്തിനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനമായിട്ടില്ലെങ്കിലും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ആഹ്ലാദ പ്രകടനം കേട്ടോ.